ഹേ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ബെഡ് റോക്കിൻ്റെ വീഡിയോ ആയിട്ട്, ബെഡ് വാറിൻ്റെ വീഡിയോ ആയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളിപ്പോൾ പ്രോഗ്രാമൊക്കെ ആയിട്ടുണ്ട്. Let's go. So നമുക്ക് ബെഡ് വാർ ചെയ്യണം. ബെഡ് ഉണ്ട്, ബെഡ് വാർ. ഇതിനകത്ത് ബെഡ് വാർ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ബെഡ് വാർ ഇല്ലേ? ഞാൻ ബെഡ് വാർ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു തന്നേറ്റേ. അങ്ങനെ നമ്മുടെ മാപ്പിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പഴയ ന്യൂ സ്റ്റാർട്ടിങ്. നമ്മൾ ആദ്യം ബെഡ് വാറിൻ്റെ വീഡിയോ ഏതിലാണോ ഇട്ട മാപ്പിൽ വന്നിരിക്കുകയാണ്. മാപ്പല്ല, സർവറിൽ വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ലാഗ് ഈ സാധനം. ലാഗില്ല സാധനം ചുമ്മാ കാണിച്ച. നമ്മളിപ്പോൾ പാർക്കോർ പ്രോ ഒക്കെ ആയിട്ടുണ്ട്. മാച്ച് സ്റ്റാർട്ട് ഇൻ 1 2 16 17 13 12 10 9 8 7 6 5 4 3. എവിടെയാണ് മറ്റേ സാധനം? എവിടെയും ഫുൾ തയ്യാറെടുപ്പ്. എടാ പിന്നെ ഇത് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്കറിയാലോ. എടോ ചർക്കൻ, ഇവിടെ ഞാൻ നോക്കുന്നത് ചർക്കൻ പറന്നു വരാം. എനിക്ക് ഒന്നും പേടിയും കൂടി കഴിക്കാനും. ഞാൻ ബെഡ് പൊട്ടിച്ചാലോ അങ്ങനെ ആർക്കായാലും വന്നു പോലോ. എൻ്റെ മൂനി അവൻ എവിടെ നിന്നാടാ പറന്നു വന്നവൻ? ഒറ്റയടിക്ക് നോക്ക്. എടാ ഹാക്കറാട്ടോടെ, എനിക്ക് തോന്നുന്നു ഹാക്കറാ. മച്ചാനെ നീ പൊളിയാടാ, നീ പൊളിയാ. ചർക്കൻ സീന്. ചർക്കനെ അവിടെ നിങ്ങാണ്ട് നിങ്ങിട്ട് കിട്ടും തന്നിട്ട്. ഓക്കെ. ഇതാണ് ഈ കുറച്ച് സെറ്റ് പവർ. ഇതിന് ചെറിയൊരു പവർ ഉണ്ട്. നിനക്ക് ബുദ്ധിയില്ല ഇറക്കാ. ഉണ്ട്. സൗണ്ട് ഇട്ടതാ. ബ്ലൂ ടീം കൃത്യം അവിടെയാണ്. ബ്ലൂ ടീം അവിടെയാ. കുഴപ്പമില്ല, വീണാലും കുഴപ്പമില്ല. നമ്മുടെ ബെഡ് പൊട്ടിയല്ലേ സീനുള്ളൂ. അല്ലാത്തപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. മച്ചാനെ അവനെ അടിക്കണോ? ഓടാ എനിക്ക് ലോങ് ജമ്പിന്
അവസ്ഥയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത്തിരി ജമ്പൊക്കെ ചെയ്യാൻ ചെറിയ പാടുണ്ട്. എടാ ബ്ലൂ ടീം സീനാ. അല്ല ബ്ലൂ ടീം സേഫാ. ബ്ലൂ ടീമിലോട്ട് പോകാം. ഇതിനകത്ത് സൈറൺ എങ്ങനെയുണ്ട്? അത് മറ്റേതിനകത്ത് സൈറൺ പോലും വരണമെങ്കിൽ ചാടി വാടാ. പോടാ. എടാ അടിയോടോ ഇവിടെ ന്യൂപ്പാക്ക് മോനി. ഇവിടെ എന്നാണോ അവൻ? എന്റെ പൊന്നോ അവൻ എന്നാ ന്യൂപ്പാക്ക. അടിയടാ. ഇതുകൊണ്ട് അവൻ സീനാട്ടോ. ന്യൂപ്പാക്ക് ഉണ്ടോ അവൻ്റെ ഇതിനകത്ത്? എൻ്റെ അതിനകത്ത് ഒരു എന്തോ ഇല്ല. അടിയടാ മച്ചാനെ അടി. എടാ അത് എന്നാ പണിയാടാ ഞാനെ കാണിച്ചേ. എവിടെന്നെങ്കിലും ഉള്ളു കിട്ടുമെന്നെങ്കിൽ ഉണ്ടല്ലോ. ഉള്ളു കിട്ടുമെന്നെങ്കിൽ ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക്? താങ്ക്സ് ബ്രോ. പക്ഷെ അവിടെ വരെ എത്തിയില്ല. ഒരു ബെഡ് പൊട്ടിച്ച്. 1 ബെഡ് പൊട്ടിച്ച്. ഒറ്റയ്ക്കൊരു ബെഡ് പൊട്ടിച്ച്. ഭാഗ്യം. ആദ്യം തൊട്ടോടെ ഒരു ബെഡ്. എടാ അപ്പൊ ഇതിൻ്റെ അകത്ത് അയൺ ഇങ്ങോട്ടുണ്ടായിരുന്നാ? ഞാനവിടെ എന്നെ നൂടെയാണ് ഞാൻ. വിഷ്ണു. ഓ നൈസ് നെയിം ബ്രോ. ഓക്കെ ഒന്നും കൂടി മതി. ഒന്ന് കൂടി. വിഷ്ണു ലെഫ്റ്റ് ദ ഗെയിം. എടാ വിഷ്ണുവിനൂടെ നമ്മള് തീർന്നു. ഇത്ര സഹായിച്ചതാരാ? ബെഡൊക്കെ പൊട്ടിച്ചു. ഞാൻ ചെന്ന് കയറി കൊടുത്ത് ബെഡങ്ങ് പൊട്ടിച്ച്. പക്ഷെ നാണില്ലാത്ത പറയുന്നതായിട്ട് സംഭവിച്ചു. റെഡ് ടീം ഇല്ലയോ? റെഡിലെവിടെ ഇല്ലടാ. റെഡ് പൊട്ടിയിട്ടില്ല. അടിയടാ എല്ലാത്തിനും. എന്താ ചറക്കനെ അടിച്ചു വിട്ടേ എന്നെ. അവൻ്റെ ബെഡ് നൈസിൽ പൊട്ടിക്കാൻ നീ വെച്ച അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ അടിച്ചു ഞാൻ എറിഞ്ഞു കൊല്ലിഞ്ഞു. ഞാൻ നോക്കുന്നുണ്ട്. അവിടെ വന്നുണ്ടെന്ന് തോന്നട്ടോ.
മറ്റേനെ അയ്യോ ബൈ ബൈ. ഈ മറ്റേനോട്ട് അടിച്ചുണ്ടാക്കിക്കോട്ടോ. എന്നിട്ട് ഞാൻ മിറ്റെടുത്തിട്ട് മറ്റേ റെഡിൻ്റെ യെല്ലോ ഒട്ടിക്കാനും റെഡിൻ്റെ ബെഡും ഒട്ടിച്ചു കളഞ്ഞു. റെഡ് എവിടെയാ? റെഡ് ബൈ ബൈ. അവന് ആടാൻ പറ്റത്തില്ല, അതാണ് മെയിൻ. പിന്നെ എല്ലാം റെഡിൻ്റെ ബെഡങ്ങ് പൊട്ടിച്ചു. ആ റെഡ് ടീം ഇലിമിനേറ്റ് ആയേ. പിങ്കില്ല അവിടെ. ഇനി ഏത് ടീമുള്ളേ? യെല്ലോ ഉണ്ട്, ഇത് റെഡ്. അപ്പം ഇനി നമുക്ക് യെല്ലോയാണ് പൊട്ടി. ഓറഞ്ച് പൊട്ടിയിരിക്കും. പെർപ്പിളുണ്ട് അവിടെ, പെർപ്പിളുണ്ട്. പെർപ്പിളിന് അങ്ങോട്ട് പോകുന്ന ചെറിയൊരു സീനുണ്ട്. അതിന് അങ്ങോട്ട് എങ്ങനെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടണം, എനിക്കറിയില്ല. കൂടാണ്ട് ഇനി ഇവിടുന്ന് പോകുന്ന തന്നെ പാടാണ്. ട്രാക്കിംഗ് കോമ്പസ് അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടണ്ടേ ഇങ്ങനെ പറഞ്ഞൊന്നും സാധിക്കും. പൊട്ടിച്ചു വിട്ടറാനെ കൊന്നടാനെ. അങ്ങനെ പെർപ്പിളിനെ താഴത്തോട്ട് അടിച്ചിട്ട് ഓടാനും കൂടി. നമ്മുടെ ബെഡ് ഇത്ര നേരമായിട്ടും പൊട്ടിയിട്ടില്ലേ? അയൺ 64 ഒക്കെ, അയൺ ഗോൾഡ് 64. ഡയമണ്ട് സോൾ കിട്ടി. ആർമർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അയണിൻ്റെ ആർമർ. ഡയമണ്ടിൻ്റെ ആർമറാക്കി. പിന്നെ അല്ലേ നമ്മളെല്ലാം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനി എൻചാൻമെൻ്റ് ആട്ടോ അപ്ഗ്രേഡ്. എൻചാൻമെൻറ്റ് വേണം നമുക്ക്. സോഡിൻ്റെ എൻചാൻമെൻറ്റ് ഇടാം. ഷാർപ്പ്നെസ് 2 ആട്ടോ. 2 വേണം. സ്പെഷ്യൽ ഐറ്റംസ് അലാറം മേടിച്ചിട്ടുണ്ട്. അലാറം എനിക്കിന്നതിന് നമുക്ക് ഒത്തിരി ബ്ലോക്ക് വേണം. അവിടെ സൗണ്ട് കേട്ടോ. എനിക്ക് അവൻ്റെ ആ സൗണ്ട് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നമ്മുടെ പെർപ്പിളില്ലാതെ അല്ലടാ.
ഡയമണ്ടിന്റെ ആർമറൊക്കെ ഉള്ളതുകൊണ്ട് സീൻ. എടാ താഴെ വീണ്ട. എടാ ഡയമണ്ടിന്റെ സോഡ് പോയി. ഷിൻചാൻ ഫെൽ ഔട്ട് ഫ്രം ദ വേൾഡ്. ഞാൻ ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്നു. എത്രയാ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് LOE നോക്കാം കേട്ടോ. എല്ലോ ടീം വരെ നോക്കാം. ദൂരമാണോ? നമുക്കിനി എല്ലോ ടീം വരെ നോക്കാം. എല്ലോ ടീം ഓർമ്മ കൂടി മേടിക്കും. നമുക്കിനി എല്ലോ ടീം വരെ വൈറ്റ് നോക്കാം. വൈറ്റ് നമുക്ക് എന്നിട്ട് വൈറ്റ് എവിടെയാ? ഇത് പർപ്പിള്, അത് നീല, അത് റെഡ്. വൈറ്റ് എവിടെയെന്ന് മനസ്സിലായി. ആരെങ്കിലും കൊണ്ട് ലിഫ്റ്റ് അടിച്ചു കേട്ടോ. തോടെ താഴത്തോട്ട് വരും. കൃത്യം ഞാൻ കണ്ടുപിടിച്ച് പോകുന്നതായിരുന്നു. അന്നത്തേക്കും താഴത്തോട്ട് ഇനി നമുക്ക് ഇവിടുന്ന് മാക്സ് ലെവൽ റീച്ച് എന്ന് പറഞ്ഞേക്കാം. വീണ്ടും നോക്കാം. വൈറ്റ് അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ വൈറ്റ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വൈറ്റ് അവിടെ നിന്ന് പോകുന്ന വരെ വെയിറ്റ് ചെയ്ത് പോയോ? വൈറ്റ് പോയി കാണും. നമ്മളെ പേര് കാണിക്കുക, അതാണ് പ്രശ്നം. അവിടെ വീണ്ടും വീണു. എടാ അവനെ അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇല്ല നമ്മൾ ആര് അത് കണ്ടായിരുന്നു. സ്കൂളിൽ വന്നപ്പോൾ 1 2 3 ഇത്ര മതി. ഇനി നമുക്ക് നമ്മുടെ സോഡ് ഡെവലപ്പ് ചെയ്യാം. എന്നാലും ഇതാരാ ഡെവലപ്പ് ചെയ്ത് വിടുന്നത്? ഓക്കെ വാ. ഇവിടെ വൈറ്റും പർപ്പിളും മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പർപ്പിളിൽ നോക്കിയാലോ. ഇത്ര നേരിട്ട് ആരും അയ്യോ ബ്രോ, ഐ ആം ജസ്റ്റ് ഗോയിങ് ബ്രോ. വൈറ്റിനെ ഓടിച്ചിട്ടിട്ട് അടിക്കാം. വാ. ഇപ്പം എല്ലാവരും അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. എല്ലാവരും അവിടെ തന്നെ നിൽപ്പുണ്ട്.
ചാക്കൻ്റെ ബെഡിൽ നിന്ന് ഓടിച്ചിട്ടുള്ള വരും ഇവിടെ. ലാഗ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷെ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ നോക്കിയിരിക്കും. അവനെ ഇന്നോണ്ടാട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം എന്തായാലും തീർത്ത് വിട്ടേ. കാരണം നിങ്ങൾ കണ്ടില്ലേ അവനവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാട്ടോ. അവന് എനിക്ക് മുണ്ടക്ക് കയറിപ്പുണ്ടായിരുന്നു, അവിടെ അന്നേരം പുറകിൽ നിന്ന് വന്ന് അടിക്കടാ. പക്ഷേ നിങ്ങൾ എൻ്റെ സ്കിന്ന് തന്നെ കണ്ട പെർപ്പിളാണ്. കാരണം ഇനി അതിൽ പോകാൻ വേണ്ടിയിട്ട് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യില്ല, അപ്പം അതിൻ്റെ കളർ പെർപ്പിൾ. പെർപ്പിൾ ഞാൻ മാത്രമേ ഉള്ളൂ. പെർപ്പിളിൻ്റെ ബെഡ് പൊട്ടിക്കാം കേട്ടോ, ബെഡ് പൊട്ടിക്കാം. പെർപ്പിൾ അവിടെ, പെർപ്പിൾ അവിടെ അവിടെ അവിടെ. ഒരു സീൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഒത്തിരി പേരുണ്ട്. വിഷ്ണു പിന്നെ ഓടാ ടൈം ഔട്ട് ആയതുകൊണ്ടേ മറ്റേ ബെഡ് ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തോറ്റത്. കുഴപ്പമില്ല, നമ്മൾ സെക്കൻഡാണ് ആയത്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സെക്കൻഡ് എങ്കിലും എത്തി. സോ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി ഫസ്റ്റ് ഒന്നും അടിക്കാൻ പറ്റിയില്ല, പക്ഷെ സെക്കൻഡ് എന്തായാലും അടിച്ചു. സോ അതിൻ്റേതായിട്ട് ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സെക്കൻഡ് എങ്കിലും അടിച്ചില്ലേ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ യു ക്യാൻ ടൈപ്പ് # ഇമോജി ടു സീ സ്റ്റോഫ് ഇമോജി. സോ ഇന്നത്തെ വീഡിയോ കാണാൻ പറ്റിയ വീഡിയോയിലേക്ക്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് എങ്കിലും അടിച്ചു. സോ അതിൻ്റേതായിട്ടുള്ള ലൈക്ക്. സോ ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ. #ഇമോജി. ഒന്നുകൂടി നോക്കട്ടോ. #ഇമോജീസ്. unknown comment emojis dot. So